പ്രണയവും വിരഹവും പിന്നെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളും ഏതിന് മാപ്പിളപ്പാട്ടിൽ രാമായണം വരെ ഇഷ്ടരാമായണം വരെ വന്നു കഴിഞ്ഞ മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നത് പോലെ തന്നെ ജനാബ് മർഹൂം ബദറുദ്ദീൻ മാഷ് എന്ന് പറയാറുണ്ട് പല വേദികളിൽ. അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇത്രയും കാലം പഠിച്ചത് അവർക്ക് വലിയ ജീവിതത്തിൽ വലിയ നഷ്ടമായിട്ട് ഭരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് പ്രത്യേകിച്ച് നമ്മള് ശുദ്ധ മലയാളത്തിലുള്ള ഒരു പാട്ട് ഈ കമ്പി കഴുത്ത് വാൽക്കമ്പി വാലുമൽ കമ്പി ഒക്കെ ഒപ്പിച്ച് എഴുതിയാൽ പോലും ഈ ഭാഷാ സാഹിത്യം അതിൽ ഉൾച്ചേരാത്തത് കൊണ്ട് നമുക്ക് അത് ഈ ഒരു മേഖലയിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാപ്പിളപ്പാട്ട് വേദികളിലെ മാപ്പിളപ്പാട്ടിന്റെ രചന മേഖലകളിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരു പ്രഗത്ഭ വ്യക്തിയാണ് ബദറുദ്ദീൻ പാറന്നൂർ. ആ വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ നിന്നിരിക്കുന്നത്. ബദറുദ്ദീൻ പാറന്നൂർ മാപ്പിളപ്പാട്ടിന്റെ കുലപതി. സുന്ദരമായിട്ടുള്ള ഒരുപാട് രചനകൾ പിറന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൈകളെ കൊണ്ട്. ഒരുപാട് സന്തോഷത്തോടെ ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താം. ബദറുദ്ദീൻ പാറന്നൂർ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹത്തോട് പ്രത്യേകിച്ച് നമുക്കിന്ന് ചോദിക്കാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ കലോത്സവ വേദികളിലെ മാപ്പിളപ്പാട്ട് പാടുന്ന കുട്ടികൾക്ക് പലപ്പോഴും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ്. ഏത് മാപ്പിളപ്പാട്ട് പാടണം, ഇനി മാപ്പിളപ്പാട്ടിൽ പരിഗണിക്കുന്ന രചനകൾ ഏതാണ്, പലപ്പോഴും അത് പാടുന്ന ഭാഗങ്ങളിലുള്ള പല കൺഫ്യൂഷനുകളിലും കാര്യങ്ങളൊക്കെ ആ കുട്ടികളുടെ സംശയങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബദറുദ്ദീൻ മാസ്റ്ററുടെ ഈ വാക്കുകളിലൂടെ തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ട് രചയിതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശരിക്കും ഒരുപാട് വിലപ്പെട്ട വാക്കുകളാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ബദറുദ്ദീൻ മാസ്റ്ററോട് ഓരോ മാപ്പിളപ്പാട്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു കുട്ടി പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ യുവജനോത്സവ വേദികളിൽ മാപ്പിളപ്പാട്ട് വേദിയിലേക്ക് കയറുന്നത് മുതൽ ആ കുട്ടി പാടുന്ന ഓരോ സാഹചര്യങ്ങളിലും ഏത് വരികളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടുവരുമ്പോഴേക്ക് ഒരു മാപ്പിളപ്പാട്ട് വേദിയിൽ കയറുന്ന കുട്ടിക്ക് ആ വേദിയിൽ ഏറ്റവും നല്ല ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഏറ്റവും നല്ല മാർക്കുകൾ സ്കോർ ചെയ്യാനും പറ്റുന്ന സാഹചര്യത്തിലുള്ള അറിവുകൾ ഈ ഒരു വീഡിയോയിലൂടെ ബദറുദ്ദീൻ മാസ്റ്റർക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ പറയാൻ സാധിക്കും. നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് ഓരോ കാര്യങ്ങൾ. പ്രത്യേകിച്ച് മാഷെ, നമ്മൾ ഈ മാപ്പിളപ്പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് പ്രത്യേകിച്ച് കുട്ടി വേദിയിൽ എന്താണ് ശരിക്കും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ടത്? ആ മാപ്പിളപ്പാട്ട് പാടുന്ന സമയത്ത് കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യാനും ആ കുട്ടിക്ക് ഏറ്റവും നല്ല ഗ്രേഡോട് കൂടി മുന്നോട്ട് പോകാനും ആ കുട്ടി എന്തൊക്കെയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത് മാഷെ? വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചാനലിൽ ഇരിക്കുന്നത്. വളരെ സന്തോഷം. മാപ്പിളപ്പാട്ട് വേദികളിൽ ഇന്ന് കണ്ടുവരുന്ന പാട്ടുകൾ മിക്കവാറും ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ തന്നെയാണ്. മുൻകാലങ്ങളിൽ പലപ്പോഴും ട്രഡീഷണൽ അല്ലാത്ത പാട്ടുകൾ, തനത് മാപ്പിളപ്പാട്ടല്ലാത്ത പാട്ടുകൾ ഇത്തരം മത്സര വേദികൾ കണ്ടുവന്നിരുന്നു. പക്ഷേ പിൽക്കാലത്ത് ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നല്ല അവബോധം നേടിയ ഒരു തലമുറ വളർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാപ്പിളപ്പാട്ട് വേദികളിൽ മിക്കവാറും ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകളാണ് പാടിക്കേൾക്കുന്നത്. പക്ഷേ എന്താണ് ട്രഡീഷണൽ എന്നുള്ളത് പലപ്പോഴും പലർക്കും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ മാഷ് പറഞ്ഞു ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്, അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട്. ഈ രണ്ട് മാപ്പിളപ്പാട്ടുകൾ തമ്മിലുള്ള വരികളിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് കുട്ടിക്ക്? മാപ്പിളപ്പാട്ടിന്റെ യഥാർത്ഥ മുഖം എന്ന് പറയുന്നത് അത് തനത് മാപ്പിളപ്പാട്ടുകൾ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന ഇത്തരം പാട്ടുകൾ അത് അറബി മലയാള സാഹിത്യത്തിലുള്ള രചനകളാണ്. യഥാർത്ഥത്തിൽ മാപ്പിളപ്പാട്ടിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതാണ്. അറബി മലയാള സാഹിത്യമാണ് അതിൻ്റെ ഭാഷാ ശൈലി. ഓരോ പാട്ടുകൾക്കും ഓരോ സാഹിത്യത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു സാഹിത്യ സംസ്കാരം ഉണ്ടാവും. ആ സാഹിത്യ സംസ്കാരം എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിൻ്റെത് അറബി മലയാള സാഹിത്യമാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ഇത്തരം ട്രഡീഷണൽ മാപ്പിളപ്പാട്ട് മത്സരങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ബൈലോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തനത് മാപ്പിളപ്പാട്ടുകൾ അഥവാ സാഹിത്യം ഏറ്റവും ശുദ്ധമായ അറബി മലയാള സാഹിത്യത്തിലുള്ള പാട്ടുകളാണ്. എല്ലാ ബൈലോ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം. അത്തരം പാട്ടുകൾ മാത്രമേ ഇതിന് പരിഗണിക്കപ്പെടുകയുള്ളൂ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ അത്തരം പാട്ടുകൾ ഒന്നാമത് അതിൻ്റെ സാഹിത്യം അറബി മലയാള സാഹിത്യമാണെന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത് അതിന് ശ്രദ്ധിക്കേണ്ടത് അത് മാപ്പിളപ്പാട്ട് ആവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമ്പൽ കമ്പി, ചിറ്റെഴുത്ത് പോലെയുള്ള നിയമങ്ങളുണ്ട്, കുറേ നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങൾ പാലിക്കപ്പെട്ട് ശുദ്ധമായ അറബി മലയാള സാഹിത്യത്തിൽ അല്ലെങ്കിൽ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രചനയായിരിക്കണം എന്നുള്ളത്. അത്തരം രചനകളാണ് ഇത്തരം മത്സരങ്ങൾക്ക് പരിഗണിക്കുക. അപ്പോൾ നമ്മൾ പാട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരം പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശുദ്ധമായിട്ടുള്ള അറബി മലയാള രചനകള് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ടാണ് ശരിക്കും തിരഞ്ഞെടുക്കേണ്ടത്. മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടുകളായാലും അതിനു മുമ്പുള്ള ആളുകളുടെ പാട്ടുകളായാലും അതിന് ശേഷമുള്ള ആളുകൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിലുള്ള ആളുകളുടെ പാട്ടുകളായാലും ഒക്കെ ഒറ്റ പരിഗണനാ വിഷയം മാത്രമേ ഉള്ളൂ. ഇത് അറബി മലയാള സാഹിത്യമായിരിക്കണം. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ പ്രാസ നിബന്ധനകൾ അടങ്ങിയിട്ടുള്ള ആ മുഴുവൻ
നിബന്ധനകളും പാലിക്കപ്പെട്ട രചനകളായിരിക്കണം. എല്ലാ പാട്ടിലും എല്ലാ നിയമങ്ങളും പാലിക്കപ്പെട്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും കൃത്യമായിട്ട് കമ്പി കഴുത്ത് വാൽക്കമ്പി വാൽമൽ കമ്പി ഈ നിയമങ്ങളെങ്കിലും അടിസ്ഥാനപരമായിട്ട് പാലിക്കുന്ന നിയമങ്ങളുള്ള പാട്ടുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അത്തരം പാട്ടുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആദ്യഘട്ടം വിജയിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ശരിക്കും നമ്മളൊരു മാപ്പിളപ്പാട്ട് ആലാപനത്തിൽ ഒരു വേദിയിലേക്ക് ആ കുട്ടി കയറി കഴിഞ്ഞിട്ട് ആ വേദി അല്ലെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന ഒരു പാട്ട് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ആ ആലാപനത്തിൽ ശരിക്കും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആലാപനത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മുഖ്യമായിട്ട് ഞാൻ തിരഞ്ഞെടുക്കുന്ന പാട്ട് ശുദ്ധമായ അറബി മലയാള സാഹിത്യത്തിലുള്ള ഇത്തരം നിയമങ്ങൾക്ക് അനുസരിച്ച പാട്ടായിരിക്കണം എന്നുള്ളതാണ്. അത്തരം ഒരു പാട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് ആ കുട്ടി അത് ശ്രുതിശുദ്ധമായിട്ട് പാടണം. പിന്നെ ആ ശ്രുതിശുദ്ധമായി പാടിയാൽ മാത്രം പോരാ, അറബി മലയാള സാഹിത്യമായതുകൊണ്ട് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വ്യത്യസ്ത ഭാഷകളിലുള്ള ഭാഷാ തന്തുക്കൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ് മാപ്പിളപ്പാട്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉച്ചാരണം മെയിൻ ഭാഗമാണ്. ഒരക്ഷരം മാറിപ്പോയാൽ, ഇപ്പോൾ അറബി അക്ഷരങ്ങളാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അറബിയിലുള്ള ഉച്ചാരണം വേണ്ട സ്ഥലങ്ങളും ഉണ്ടാവും. അറബി മലയാള സങ്കര ഭാഷ പ്രയോഗങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ ഹറജായി എന്ന് പറഞ്ഞാൽ അവിടെ ഹറജായി എന്ന് ഹ എന്നുള്ള ഉച്ചാരണം വേണ്ടതുണ്ട്. ചില സ്ഥലങ്ങളിൽ അറബി മലയാളത്തിലുള്ള ശൈലി ഉപയോഗിക്കേണ്ട ഭാഗങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ആ രണ്ട് ഭാഗവും ഒരു ഗുരുമുഖത്ത് നിന്ന് പാടി പഠിച്ചുകൊണ്ട് വേണം മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പോൾ ഒന്നാമത് ഇത് ശ്രുതിശുദ്ധമായി പാടുന്നതോടൊപ്പം അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. പിന്നെ താളബോധം കൃത്യമായിരിക്കണം. മിക്ക കുട്ടികൾക്കും പിന്നെ ശ്രുതി ചിലപ്പോൾ ശുദ്ധമായാൽ ചിലപ്പോൾ താളം നഷ്ടമാവും. താളബോധം ഇല്ലാത്ത കുട്ടി ചിലപ്പോൾ ശ്രുതിശുദ്ധമായിട്ട് പാടുകയും ചെയ്യും. പക്ഷെ ഇത് എല്ലാം കൂടി ലയിപ്പിച്ചുകൊണ്ട് ശ്രുതിശുദ്ധമായി ലയത്തോടു കൂടി ഒരു പാട്ട് പാടി വിജയിക്കുന്നവരാണ് അതിന്റെ ഭംഗി ഉണ്ടാവുക. അതില് മെയിൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ട് മത്സരങ്ങളില് ശരിക്കും ഒരു കുട്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങള്? മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് ഒരു മത്സര ഇനമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ട്രഡീഷണൽ മത്സരങ്ങൾ. അതെ, നമ്മുടെ മത്സരങ്ങൾക്ക് അതിനൊരു നിയമാവലി വെച്ചിട്ടുണ്ട്. ആ നിയമത്തിനുള്ളിലുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കണമെന്ന് നേരത്തെ പറഞ്ഞു. എഴുതിക്കൊണ്ടിരിക്കുന്നതും എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എന്റെ പുറത്ത് വന്നിരിക്കുന്ന പാട്ടുകൾ അധികവും ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്. നല്ല രസകരമായിട്ടുള്ള വരികളില് ശരിക്കും ഓരോന്നും ആ ഈണൊക്കെ കേൾക്കുമ്പോൾ തന്നെ ബദറുദ്ദീൻ മാഷിന്റെ ആ വരികളുടെ ഈണങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നല്ല സൗന്ദര്യമാണ് വരിക. ഞങ്ങളൊക്കെ ജഡ്ജ്മെന്റ് ഇരിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകിച്ച് ബദറുദ്ദീൻ മാഷ് ഒരുപാട് പ്രാവശ്യം കേൾക്കുന്ന പേരാണ് കേട്ടോ മാഷ പേര്. അപ്പൊ എന്തൊക്കെയാണ് മാഷ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെ പാട്ടെടുത്താലും, നമ്മളിപ്പോൾ പൂർവ്വകാല കവികളുടെ പാട്ടെടുത്താലും ആധുനികരായിട്ടുള്ള കവികളുടെ പാട്ടെടുത്താലും ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ വരികൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് അത് ഒരു ഗുരുമുഖത്ത് നിന്ന് അതിൻ്റെ ഉച്ചാരണം പഠിച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ താളം, ശ്രുതി, ലയം ഇതൊക്കെ പഠിച്ചുകൊണ്ട് പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ള. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഒരു പിന്നെ അവതരണ കലയായതുകൊണ്ട് അവതരണത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അത് ഒരു പാട്ടിൻ്റെ ഇതിവൃത്തം മനസ്സിലാക്കിക്കൊണ്ട് ആ ഇതിവൃത്തത്തിന് അനുയോജിച്ചിട്ടുള്ള ഒരു ഭാവം അവൻ്റെ മുഖത്തുണ്ടാവണം. ഒരു യുദ്ധത്തെക്കുറിച്ചാണ് വിവരിക്കുന്നതെങ്കിൽ ആ യുദ്ധത്തെക്കുറിച്ചുള്ള ആ ഒരു ഭാവാത്മകമായിട്ടായിരിക്കും അത് ഉൾച്ചേർന്ന് കൊണ്ട് വേണം ആ പാട്ട് അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഏത് വിഷയമാണ് അതിൻ്റെ ഉൾച്ചേർന്നിട്ടുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ആ പാട്ട് പാടുക. ഒരു പാട്ട് പാടുന്ന സമയത്ത് അതിന്റെ വിഷയം, അതിന്റെ എന്താണ് അതിൽ ഇന്നർ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി ചില കുട്ടികളെങ്കിലും ഇത്തരം പാട്ടുകൾ പാടുന്ന സമയത്ത് ഞാൻ എന്താണ് പാടുന്നത് എന്ന് അറിയാതെ പാടുന്നുണ്ടാവും. ഇന്റർവ്യൂലൊക്കെ ചില ആളുകൾ വന്ന് ചോദിക്കും, പത്രക്കാരൊക്കെ, മോൻ എന്താ പാടിയത്, ഒന്നും അറിയാത്ത ഒരവസ്ഥ. അങ്ങനെ വരുമ്പോൾ അതിന്റെ ഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് ഉൾക്കൊള്ളാൻ പോലും കുട്ടികൾ. അപ്പൊ പാട്ട് പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അത് ആ ഭാവം ഉൾക്കൊള്ളണമെങ്കിൽ അത് അർത്ഥം മനസ്സിലാക്കി. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേദികളിൽ പലപ്പോഴും കേൾക്കും, ജഡ്ജ്മെന്റ് ഇരിക്കുന്ന സമയത്ത് പലപ്പോഴും വേദികളിൽ നിന്ന് കേൾക്കുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ജനാബ് മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുന്നത് പോലെ തന്നെ ജനാബ് മർഹൂം ബദറുദ്ദീൻ മാഷ് എന്ന് പറയാറുണ്ട് പല വേദികളിലും കുട്ടികളെ. അത് കുട്ടികൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ അറിയില്ല ഇയാള്, പക്ഷെ ആധുനിക കവികളുടെ കൂട്ടത്തിൽ ഇന്ന് ഏറ്റവും രസകരമായിട്ട് എഴുത്തിലൂടെ ജീവിച്ചിരിക്കുന്ന ഒരു മഹാപ്രതിഭയാണ് ശരിക്ക് നമ്മുടെ ബദറുദ്ദീൻ മാഷ് എന്ന് പറയുന്നത്. ശരിക്കും ഈ മാഷ് ഈ ഇശലും അതുപോലെ തന്നെ നമ്മുടെ ഈണമൊക്കെ ഒരുപോലെ തന്നെയാണോ? അതിനെന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടോ? എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? ആദ്യം പറഞ്ഞ ഭാഗത്തെ കുറിച്ച് ഒന്ന് പറയാം. ഈ മർഹൂം ബദറുദ്ദീൻ പാറന്നൂർ എന്നും മർഹൂം വെച്ചുകൊണ്ട് ആധുനികരായ കവികളുടെ പേരൊക്കെ പറയുന്ന സമയത്ത് ഈ കുട്ടികളോട് ഒരിക്കലും എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ കുട്ടിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു വെയിറ്റ് കിട്ടാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ രസകരമായിട്ടുള്ള അനുഭവം. പക്ഷെ പിന്നെ
ഈ ഇശലും ഈണവും ഒന്നാണ് എന്ന് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഇശല് എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിന്റെ ഒരു അളവ് പോലാണ്. ഇശല് ഒരു പാട്ട് എങ്ങനെ എഴുതണം, ഏത് മീറ്ററിൽ എഴുതണം എന്നുള്ളതാണ് കറക്റ്റ് ഇശല് എന്ന് പറയുന്നത്. പക്ഷെ ഈണം എന്ന് പറയുന്നത് ഒരേ ഇശലിൽ എഴുതിയ പാട്ടുകൾ തന്നെ 5 or 10 ഈണങ്ങളിൽ ട്യൂണുകൾ നമുക്ക് പാടി അവതരിപ്പിക്കാൻ കഴിയും. പക്ഷെ ആ പാടുന്നതിന്റെ ഈണവും ചിലപ്പോൾ താളം വരെ മാറ്റിയിട്ട് നമുക്ക് പാടാൻ കഴിയും. പക്ഷെ അതേസമയം അവിടെ ഇശലുകൾ മാറുന്നില്ല. അപ്പോൾ ഇശൽ എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് ഒരു പാട്ട് എഴുതാനുള്ള അളവ് കോലാണ് ശരിക്കും ഇശൽ എന്ന് പറയുന്നത്. അപ്പം അതിൽ ഈണം എങ്ങനെ നമുക്ക് വേർതിരിക്കാം? ഈണം വേർതിരിക്കാം എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ഇതിവൃത്തത്തിനനുസരിച്ച് നമുക്ക് ഈണം കൊടുക്കാം. ഒരു മരണത്തെ സംബന്ധിച്ചുള്ള പാട്ടാണെങ്കിൽ അതിന്റെ ഒരു ഫീലിംഗ് കൊടുത്തിട്ടാണ് ഈണം കൊടുക്കുക. ഒരു യുദ്ധ സന്ദർഭമാണ് വിവരിക്കുന്നതെങ്കിൽ ആ യുദ്ധത്തിന് പറ്റുന്ന തരത്തിൽ ആ പാട്ടിന്റെ ഈണത്തെ സമന്വയിപ്പിച്ചുകൊണ്ടും ഈണം കൊടുക്കുന്ന ആള് ശ്രദ്ധിക്കേണ്ടത്. ആ പാട്ടിന്റെ ബേസിക് എന്താണോ അതിന്റെ ഭാവം ഉൾക്കൊണ്ടിക്കുവാണോ അതിന് ഈണം നൽകുക. അതുപോലെ തന്നെ പലപ്പോഴും വേദികളിലൊക്കെ പാടുന്ന സമയത്ത് ട്രഡീഷണൽ മാപ്പിളപ്പാട്ട്, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ശുദ്ധ മലയാള മാപ്പിളപ്പാട്ടുകൾ, ശരിക്ക് ഈ മാപ്പിളപ്പാട്ട് മത്സരങ്ങളില് പ്രത്യേകിച്ച് കലോത്സവങ്ങളില് പ്രത്യേകിച്ച് പാടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന പല കുട്ടികൾക്കും ഏതാണെന്നൊന്നും അറിയാത്തൊരു കൺഫ്യൂഷൻ. അപ്പം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ശരിക്കും നമുക്ക് ശുദ്ധ മലയാള മാപ്പിളപ്പാട്ടാണോ പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടാണോ, ഏതാണ് ശരിക്കും പരിഗണിക്കേണ്ടത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. മാപ്പിളപ്പാട്ടിന്റെ സാഹിത്യം എന്ന് പറയുന്നത് അറബി മലയാള സാഹിത്യമാണ്. ഈ അറബി മലയാള സാഹിത്യം എന്നുള്ളത് അതിന്റെ ബേസാണ്. അപ്പോൾ നമ്മൾ ശുദ്ധ മലയാളത്തിലുള്ള ഒരു പാട്ട് ഈ കമ്പി കഴുത്ത് വൽക്കമ്പി വലുമൽ കമ്പി ഒക്കെ ഒപ്പിച്ച് എഴുതിയാൽ പോലും ഈ ഭാഷാ സാഹിത്യം അതിൽ ഉൾച്ചേരാത്തത് കൊണ്ട് നമുക്ക് അത് ഈ ഒരു മേഖലയിൽ പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ നമ്മൾ ഒരു നാടൻ പാട്ട് മത്സരം ഉദാഹരണമായിട്ട് എടുക്കാം. നാടൻ പാട്ട് മത്സരത്തിൽ ശുദ്ധ മലയാളത്തിൽ ഒരു നാടൻ പാട്ട് ഒരാൾ എഴുതിയെന്ന് വെച്ചോ, അത് ഒരാൾ കുട്ടി പാടിയെന്ന് വെച്ചോ, അതിന്റെ ഈണം നാടൻ പാട്ടിന്റെ ഈണം ആയതുകൊണ്ട് മാത്രം പരിഗണിക്കൂല. അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വത്വബോധം നിലനിർത്തിക്കൊണ്ടുള്ള ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ രചനാ രീതി ഉണ്ടാവും. ആ രീതിയിൽ എഴുതിയാൽ മാത്രമേ അത് നാടൻ പാട്ടാവും. ഇപ്പൊ കഥകളി സംഗീതത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു എഴുത്ത് ശൈലിയുണ്ട്. അതേപോലെ മാപ്പിളപ്പാട്ടിനും ഇതേപോലെ എഴുതുവാനുള്ള ഒരു സാഹിത്യ ശൈലിയുണ്ട്. ആ ശൈലിയിലുള്ള പാട്ടുകൾ മാത്രമേ പരിഗണിക്കാൻ. അപ്പൊ തീർച്ചയായിട്ടും മാപ്പിളപ്പാട്ടിന് ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ അറബി മലയാള സാഹിത്യത്തിൽ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിട്ടുള്ള മാപ്പിളപ്പാട്ട് മാത്രമേ നമ്മുടെ മാപ്പിളപ്പാട്ട് മത്സരങ്ങളിൽ തനത് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടാണ് തീർച്ചയായിട്ടും പരിഗണിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മള് അതുപോലെ തന്നെ പക്ഷേ ഈ മോയിൻകുട്ടി വൈദ്യര്, അതുപോലെ തന്നെ മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദ് സാഹിബ്, ഇങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മുൻകാല കവികൾ ഉണ്ടായിരുന്നു. ഈ കവികളുടെ കവിതകളെ പോലെ തന്നെ നമ്മുടെ പുതുതലമുറയിൽ ഒരുപാട് മാപ്പിളപ്പാട്ട് രചയിതാക്കളുണ്ട്. പ്രത്യേകിച്ച് മാഷ പോലെ ഉൾക്കൊള്ളുന്ന ഒരുപാട് ആളുകൾ. ഇങ്ങനെയുള്ള മാപ്പിളപ്പാട്ടുകൾ ഒരു കുട്ടി തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് മാഷ ഒപ്പീനിയൻസ് എന്താണ്? അത് തിരഞ്ഞെടുക്കുമ്പോഴും ഇത് തിരഞ്ഞെടുക്കുന്നതിലും അതിന് പ്രാധാന്യത ഉണ്ടോ? കവികളുടെ വ്യത്യാസത്തിനനുസരിച്ച് പാട്ടിന്റെ ക്വാളിറ്റികൾ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിലുമുള്ള കവികളുടെ രചനാ രീതികളിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ സ്വീകരിച്ചിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഈ സാഹിത്യം അറബി മലയാള സാഹിത്യമാണോ എന്ന് നോക്കുക. രണ്ടാമത് അവർ പൂർണ്ണമായിട്ടും ഈ പിന്നെ മാപ്പിളപ്പാട്ടിനുള്ള നിയമങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നിയമം പാലിച്ചിട്ടുണ്ടോ നോക്കുക. ഇത് രണ്ടും പാലിക്കപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം പാട്ടുകൾ ഏത് കവി എഴുതിയതാണെങ്കിലും ആധുനികരായാലും പഴയ കവികളാണെങ്കിലും അത്തരം പാട്ടുകൾ പരിഗണിക്കാം. പക്ഷേ ഇനി മോയിൻകുട്ടി വൈദ്യർ എഴുതിയ പാട്ടുകളിൽ തന്നെ നമുക്കറിയില്ല, അങ്ങനെയുള്ള പാട്ടുകളിൽ തന്നെ പിന്നെ ഈ ഇശൽ നിയമങ്ങൾ പാലിക്കപ്പെടാത്തതോ അല്ലെങ്കിൽ ശുദ്ധ മലയാളത്തിൽ എഴുതിയതോ ആയ പാട്ടുകൾ ഉണ്ടെങ്കിൽ എന്നല്ല പറയുന്നത്. അത്തരം ഉണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മത്സര വേദികളിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയി. അവിടെയാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ വിധി നിർണയത്തില് ജഡ്ജ്മെന്റിങ്ങില് വിധി കർത്താക്കള് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ശരിക്കും പ്രത്യേകിച്ച് വിധി നിർണയത്തിൽ ഒരുപാട് ഈ ഒരു മേഖലകളെ കുറിച്ച് ചിലപ്പോൾ അറിയില്ലാത്ത ആളുകളൊക്കെ ചിലപ്പോൾ ഈ മേഖലകളിലേക്ക് കടന്നു വരാൻ സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പം എന്താണ് ശരിക്കും വിധി നിർണയത്തിൽ ശ്രദ്ധിക്കേണ്ട വിധികർത്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? വിധി നിർണയം എന്ന് പറയുന്നത് മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം മാപ്പിളപ്പാട്ട് എന്താണെന്ന് ആദ്യമായി അറിയുന്ന ആളായിരിക്കണം. അത് പഠിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ട്രഡീഷണൽ മാപ്പിളപ്പാട്ടുകൾ പിന്നെ കുറിച്ചുള്ള അവബോധം ഉണ്ടായിരിക്കണം. രണ്ടാമത് ശ്രുതി, താളം ഇവയെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ശ്രുതി വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അത് അത്തരം ശ്രുതി, താളം, ലയം ഇതൊക്കെ ഏകദേശം അറിയുന്ന ആളുകൾ വേണം മാപ്പിളപ്പാട്ട് മത്സരത്തിൽ പാടാൻ കഴിവുള്ളവർ തന്നെ ആയിക്കോളണം എന്ന് നിർബന്ധമല്ല. പക്ഷേ ഈ ശ്രുതിയും താളവും ഒക്കെ
അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബോധം പഠനം നടത്തിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മാപ്പിളപ്പാട്ടിന്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളുമാണ് മാപ്പിളപ്പാട്ടിന് ഇരിക്കുക. ഏത് മത്സരത്തിനും അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ അറിയുന്നവർ ഇരിക്കണം എന്നുള്ളതാണ് ശരി. അല്ലെങ്കിൽ ഈ കുട്ടികൾ ഇത്രയും കാലം പഠിച്ചത് അവർക്ക് വലിയ ജീവിതത്തിൽ വലിയ നഷ്ടമായിട്ട് ഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ഫ്യൂച്ചർ വരെ നശിപ്പിക്കുക. കാരണം നല്ലൊരു കഴിവുള്ള കുട്ടി ആയിരിക്കണം, ഒരു പക്ഷേ ആ വേദിയിൽ വന്നിട്ടുണ്ടാവുക. ആ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു തീരുമാനങ്ങൾ അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കാൻ വിധികർത്താക്കൾ ശ്രദ്ധിക്കുന്നത്. എല്ലാ വിധികർത്താക്കളും അത്തരം ശ്രദ്ധിച്ചാൽ ഈ മേഖലയിൽ കുറെ ഒക്കെ രക്ഷപ്പെടും. പ്രത്യേകിച്ച് അവരുടെ കരങ്ങളിലൂടെ കടന്നു പോകുന്നത് ഒരു കുട്ടിയുടെ ഭാവിയാണ്. പ്രത്യേകിച്ച് ഒരു പക്ഷെ നാളെ നല്ലൊരു ഗായകനാവേണ്ട അല്ലെങ്കിൽ നാളെ അറിയപ്പെടേണ്ട ഒരു കഴിവുറ്റ പ്രതിഭയായിരിക്കാം. ആ പ്രതിഭയുടെ പ്രതിഭാതനത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഒരു പക്ഷേ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓരോ വിധികർത്താക്കളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തീർച്ചയായും. പക്ഷെ പലപ്പോഴും മാപ്പിളപ്പാട്ടിന്റെ ഇതിവൃത്തങ്ങളെ കുറിച്ച് പല ആളുകൾക്കും കുറെ കൺഫ്യൂഷനാണ്. ശരിക്കും മാപ്പിളപ്പാട്ടിന്റെ ഇതിവൃത്തങ്ങളിൽ എന്താണ് ഉണ്ടാവേണ്ടത് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷൻ. ശരിക്കും എന്താണ് ഇതിവൃത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിവൃത്തം ഏത് ഇതിവൃത്തത്തിലുള്ള മാപ്പിളപ്പാട്ടുകളാണ് നമ്മൾ ശരിക്കും ഒരു മാപ്പിളപ്പാട്ട് മത്സരത്തിന് ഒരു കുട്ടി പാടേണ്ടത്? മത്സരത്തിന് ഇന്നത്തെ സ്കൂൾ കലോത്സവങ്ങളിൽ ഉള്ള മത്സരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇത്തരം മത്സരങ്ങൾക്ക് ഏത് ഇതിവൃത്തത്തിലുള്ള പാട്ടുകൾ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് വലിയൊരു ബഹറാണ് എന്ന് പറയാം. കാരണം എല്ലാ വിഷയങ്ങളും മാപ്പിള കവികൾ തൊട്ടിട്ടുണ്ട്. പ്രണയവും വിരഹവും പിന്നെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളും. ഏതിന് മാപ്പിളപ്പാട്ടിൽ രാമായണം വരെ, ഇഷ്ടരാമായണം വരെ വന്നു കഴിഞ്ഞ കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. OM മാഷുടെ ഇഷ്ടരാമായണം വരെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നത് ഇതിവൃത്തം ഏതുമാവാം, അത് മാപ്പിള കവിയുടെ കണ്ണിലൂടെ വേണം അവതരിപ്പിക്കുക. അത് അറബി മലയാള സാഹിത്യത്തിൽ ആ ഒരു ശുദ്ധമായിട്ടുള്ള ഭാഷാശൈലി സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ഒരു രചനാ നിയമങ്ങൾ പാലിക്കപ്പെട്ടുകൊണ്ടുള്ള രചനകളായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഇതിവൃത്തം ഏതുമാവാം. ഇപ്പോൾ ഞാൻ ഈ അടുത്ത് എഴുതിയിട്ടുള്ള പാട്ട് ലഹരിയെ കുറിച്ചാണ്. കഴിഞ്ഞ വർഷം ഒരു പാട്ട് ഗാന്ധിജിയെ കുറിച്ച്, ഈ വർഷം ഞാൻ ഒരു നെഹ്റുവിനെ കുറിച്ച് പാട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് വിഷയങ്ങളും സ്വീകരിക്കാം. പക്ഷേ വിഷയങ്ങൾ അത് സമൂഹത്തിന് ഉപകാരമുള്ള വിഷയം. പണ്ട് വെള്ളപ്പൊക്കത്തിനെ കുറിച്ച് പാട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അത് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത കലോത്സവത്തിനൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം പാട്ടുകളൊക്കെ വരണം. ആധുനികമായിട്ടുള്ള ഏത് വിഷയവും നമുക്ക് തിരഞ്ഞെടുക്കാം. കഴിഞ്ഞ വർഷം ഞാൻ ഫലസ്തീനിലെ ഗസയെ കുറിച്ച് ഒരു പാട്ട് എഴുതി. സ്റ്റേറ്റിൽ അത് A ഗ്രേഡും നേടിയിട്ടുണ്ട്. അപ്പോൾ ഏത് വിഷയങ്ങളും നമ്മൾ യുദ്ധത്തെക്കുറിച്ച് എഴുതാം. അപ്പൊ നമ്മളെ മനുഷ്യനെ ബാധിക്കുന്ന ഏത് വിഷയവും നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ്. പുതുമയാർന്ന രചനകൾ ഒക്കെ നമുക്ക്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഏത് ഇതിവൃത്തമാണെങ്കിലും നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിന്റെ രചനാ ശൈലിക്ക് യോജിച്ചതായിരിക്കണം. അത് നിയമപരമായിട്ടും ഭാഷാപരമായിട്ടും സാഹിത്യപരമായിട്ടും ഒക്കെ മാപ്പിളപ്പാട്ടിന്റെ തനതിന് യോജിച്ച രചനാ ശൈലി സ്വീകരിക്കണം എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഏതായാലും ഒരു പുതുതലമുറയുടെ മാപ്പിളപ്പാട്ടിന്റെ രചയിതാക്കൾ എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ബദറുദ്ദീൻ മാഷ് ഇന്ന് മാപ്പിളപ്പാട്ട് വേദികളിൽ നമ്മൾ പലപ്പോഴും മുഴങ്ങിക്കേൾക്കുന്ന സുന്ദരമായ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ആ പേരും രചനകളൊക്കെ. ഇനിയും അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് അത്രയും നല്ല അടുപ്പമുള്ള ഒരുപാട് കാലങ്ങളായിട്ടുള്ള ബന്ധങ്ങളുള്ള ആളുകളാണ്. ആത്മാർത്ഥമായിട്ട് തന്നെ പറയാണ്, ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ, മുന്നോട്ടേക്ക് വെക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നല്ല സുന്ദരമായിട്ടുള്ള രചനകൾ ഇനിയും വിരൽത്തുമ്പിലൂടെ വിരിയട്ടെ എന്ന് നാളെയുടെ ഒരു പ്രതിഭ, പ്രത്യേകിച്ച് നാളെയുടെ കാലഘട്ടങ്ങളിലൊക്കെ അറിയപ്പെടുന്ന പ്രതിഭയായിട്ട് മാറട്ടെ. എന്തായാലും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മാഷി ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായും സന്തോഷം.